2 പശുവിന് മുടക്കുന്ന പൈസ മതി നമ്മൾ നിലവിലുള്ള ഷെഡിൽ മാറ്റങ്ങൾ വരുത്താൻ. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞു പഞ്ചാബിൽ പോയ നേട്ടങ്ങൾ. നമുക്ക് ശരിക്കും നാൽക്കാലികളെയാണ് നമ്മൾ വളർത്തുന്നത്. ഈ നാൽക്കാലികളുടെ 4 കാല് പോലെ ഇതിന് 4 പില്ലറുണ്ട്. ഒന്ന്, നമ്മൾ നല്ല രീതിയിൽ വളർത്താൻ പഠിക്കണം, നല്ല ബ്രീഡിങ്, നല്ല ഫീഡിങ് എല്ലാം. ഇപ്പോൾ ഫ്രണ്ട് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന നല്ല ഫുഡ്, നല്ല വെള്ളം, നല്ല ബെഡിങ് ഒരു കാലതാന്ന് കൂട്ടിക്കോ. അടുത്ത സമയത്ത് ഇതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം. ഇത്രയും ഈ 2 പില്ലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെല്ലാവരും പരാജയപ്പെട്ട ഏറ്റവും വലിയ മേഖലയാണ് അടുത്ത ജനറേഷൻ. പഞ്ചാബിൽ കണ്ട ഏറ്റവും വലിയ വിജയം അതാ. അവർ തമിഴ്നാട്ടിൽ പോയി പശുക്കളെ കൊണ്ടുവന്ന ആളുകൾ അതിനകത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. പക്ഷേ കുഴപ്പം ഇത്രേ ഉള്ളൂ, നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവിൽ നമ്മൾ ഏത് സെമൻ കുത്തിവെച്ചു, എങ്ങനെ കുത്തിവെച്ചു എന്നൊന്നും നോക്കുന്നില്ല. കുത്തിവെച്ചു ഉണ്ടായ കിടാവിനെ വളർത്തി. ഞാൻ 20 കിടാവിനെ വളർത്തി. ലാസ്റ്റ് ഒരു പഞ്ചാബിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടി. ആ ക്ലാസ് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 20 എണ്ണത്തിന് ഞാൻ വിറ്റ് ഒഴിവാക്കി. കാരണം എനിക്കറിയാം ഇതെല്ലാം പേടാണ്. കാരണം ഇതൊന്നും എനിക്ക് 5 പൈസയ്ക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ 20 എണ്ണത്തിന് ഞാൻ വിറ്റ് ഒഴിവാക്കുക ചെയ്തത്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ഒരു കിടാരിയെ വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 2 പില്ലർ അവിടെ നിൽക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരൊറ്റ പ്രധാന കാരണം, നല്ല കിടാവ് ഉണ്ടാകണമെങ്കിൽ നല്ല അമ്മ ഉണ്ടാവണം. നല്ല അമ്മയ്ക്ക് നല്ല ഫീഡ് കൊടുക്കണം, നല്ല അമ്മയ്ക്ക് നല്ല ബെഡ് കൊടുക്കണം, നല്ല വെള്ളം കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഒരു കാലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ പശുവിൻ്റെ ഒരു കാല് വെട്ടിയിട്ട് നമുക്ക് അതിന് നടക്കാൻ പറ്റുമോ? ഇല്ല, അതിന് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ 4 പില്ലറും റെഡിയാക്കണമെങ്കിൽ ആദ്യം പശുവിന് വേണ്ടുന്ന ബെഡിങ് മുതൽ അതും ഒരു സൈഡ് റെഡിയാക്കണം, ഇപ്പുറത്ത് അതിനുള്ള ഫീഡ് റെഡിയാക്കണം, നല്ലൊരു ഡയറ്റീഷ്യനെ നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞ് നമ്മൾ ബ്രീഡിങ്ങിന് ഇറങ്ങുമ്പോൾ 10 പശുവുള്ളൂ. നിങ്ങൾ ഒരു പശുവിന് 1 ലക്ഷം രൂപയാവില്ലേ? 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ മുടക്കുന്ന സമയത്ത് 50,000 രൂപ മുടക്ക്. ഒരു ക്രയോ ക്യാൻ മേടിച്ച് വെക്ക്. ഒരു കൊല്ലത്തെ ഇതിൻ്റെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിൻ്റെ പൈസ ഒരു 30,000 രൂപ ആവുള്ളൂ. ഇത്രയും പൈസ നിങ്ങളങ്ങ് കളയാൻ തയ്യാറ്. നല്ല കിടലിന് സെമൻ മേടിച്ചോടെ വെക്ക്. ബാക്കിയുള്ള റെഗുലർ ഡേയിൽ നിങ്ങളുടെ എല്ലാം വന്ന് ഇൻസെമിനേറ്റ് ചെയ്ത് പോയിക്കോട്ടെ. നിങ്ങൾ ടാർഗറ്റ് ചെയ്ത നിങ്ങളുടെ പശു ഉണ്ടല്ലോ, ഒരു 2 എണ്ണോ 3 എണ്ണോ, അതിന് ഈ സെമൻ കുത്തി വെക്ക്. ഉറപ്പുവരുത്ത് നിങ്ങൾക്കുണ്ടാകുന്നത് പുലിക്കുട്ടി ആവണമെന്ന്. അങ്ങനെ നല്ല സെമൻ കുത്തി വെച്ചിട്ട് ആ കിടാവിനെ വളർത്തേണ്ടത്. ഇതിൻ്റെ ട്രാൻസിഷൻ പീരീഡ് മുതൽ ഇത് പ്രസവിച്ച് വീഴുന്നത് മുതൽ ഇതിനെ എങ്ങനെ ഒരു നല്ലൊരു പശുവാക്കാം, അതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനിയും തുടർന്ന് കിട്ടണം. കാരണം ഈ കുഞ്ഞിനെ നമ്മുടെ റോ മോഡൽ കുഞ്ഞാണ്. ഇതിനെ ഉണ്ടാക്കി, ഇതിനെ വളർത്തി, ഇതിനെ നമ്മൾ എത്രയാണോ നമ്മുടെ ടാർഗറ്റ്, നമ്മൾ ഇപ്പോൾ ഒരു 30 ലിറ്റർ പശുവിലാണ് കുത്തുന്നതെങ്കിൽ നമ്മൾ 45 പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഇത് കൊണ്ടുവരണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ് മാസ്റ്റേഴ്സ് ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിപിൻ ഇവരോടൊക്കെ ചോദിച്ചാൽ മതി. ആ പോളിസികൾ കൃത്യമായിട്ട് പറയും. നിങ്ങൾ ഏത് സമയം മേടിച്ച് വെക്കണം, ഏത് സമയത്താണ് അത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് കിട്ടുക. അത് ചെയ്തിട്ട് നല്ലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുക. ആ കുഞ്ഞിനെ വളർത്തേണ്ട പീരീഡ് എനിക്ക് പറ്റിയൊരു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയത് കിടാരികളെ വളർത്തിയതാണ്. അതിനുവേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കി, ലൂസ് ഫാമുണ്ട്, 2 ലൂസ് ഫാമൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ഭയങ്കര ഇപ്പോൾ എല്ലാം അങ്ങ് വിജയിച്ചു എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ മനസ്സിലായത്, ഞാൻ 3 മാസം ഉള്ളതിനെയും 1 വയസ്സുള്ളതിനെയും എല്ലാത്തിനും ഒരെണ്ണത്തിനകത്ത് ഇട്ടിരുന്നത്. എല്ലാത്തിനും കൂടെ കുറേ പുല്ലം ഇട്ട് കൊടുക്കും, ഒരു കാലിത്തീറ്റ ഇട്ട് കൊടുക്കും. കാലിത്തീറ്റ ഏത് ഫീഡ് കൊടുക്കണം ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. ഭയങ്കര കന്നുകാലി വളർത്തലാണ്. അവിടുത്തെ ഒരു നല്ല ക്ഷീരകർഷകനാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വന്ന് തോളത്ത് കിട്ടും. ഒരു ഗുണം ഉണ്ടായില്ല. ഈ പറച്ചിലും മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ എഡ്യൂക്കേഷൻ മോശമാണെങ്കിൽ നമ്മൾ താഴേക്ക് തന്നെ പോടും. എങ്ങനെ നല്ല കിടാവിനെ ഉണ്ടാക്കി അതിനെ കറക്റ്റ് ടൈമിൽ കുത്തിവെച്ച് 40, 45, 50 നിങ്ങളുടെ ടാർഗറ്റ് അനുസരിച്ച് നിങ്ങളതിനെ എത്തിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ കിടാവിനെ തുടക്കം മുതൽ ആ ജനിച്ച് വീഴുന്ന സമയം മുതൽ അതിൻ്റെ അഡൽസ് വലുതാകാനുള്ള രീതിയിലുള്ള ഫുഡ് കൊടുത്ത് രക്ഷിച്ചെടുക്കുക. ഈ 4 പില്ലർ എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഈ 4ാമതൊരു കാലുണ്ടല്ലോ, ആ കാലാണ് നമ്മൾ. ആ കാലിന് നമ്മൾ അതിൻ്റെ സാമ്പത്തിക വശങ്ങളാണ് കണക്കാക്കേണ്ടത്. നമ്മൾ എത്ര മുടക്കണം, എങ്ങനെ മുടക്കണം, നമ്മളുടെ ഓരോ രൂപ പോലും നമ്മൾ കൃത്യമായി കണക്കെഴുതി വെക്കണം. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ വിജയിച്ചു. ബാക്കി 3 എണ്ണത്തിൽ ഞാൻ തോറ്റുപോയി. കാരണം ഞാൻ ഇത്ര രൂപ മുടക്കിയെന്നും എനിക്ക് എത്ര രൂപ കിട്ടിയെന്നും ഞാൻ എത്ര രൂപ നഷ്ടത്തിലാണെന്നുള്ളത് എനിക്ക് കൃത്യമായി കണക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള 3 എണ്ണത്തിലും ഇപ്പം ഏകദേശം ഒരു ധാരണയായി. ഇനിയിപ്പം ഞാനിപ്പോൾ പഞ്ചാബ് യാത്രേനെ കൊണ്ട് ഞാനിപ്പം തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് അതിനകത്ത് ഏറ്റവും ഗുണം കിട്ടിയത്. കാരണം പുതിയ ഷെഡ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ വേണ്ടാന്ന് വെച്ചു. പുതിയ ഷെഡ് ഞാനിപ്പോൾ ഉണ്ടാക്കണില്ല. മറിച്ച് നിലവിലുള്ള ഷെഡിൽ എനിക്കൊരു 3 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 50 പശുവിൻ്റെ ഷെഡ് ഫുള്ള് ബെഡിങ് ചെയ്ത് എനിക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ആ മിലിറ്ററി രീതിയാണ്. നമ്മൾ ഓരോ കമ്പ്യൂട്ടർ ഓരോ പശുക്കളെ നിർത്തുന്ന രീതി മാറ്റിയിട്ട് ഒരു 3 മീറ്ററും കൂടെ നീട്ടി അതിന് ബെഡിങ്ങിൽ ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ D3 ടീമിനോട് ആദ്യം ഞങ്ങൾ വലിയ റിക്വസ്റ്റ് ചെയ്താലേ, ഇപ്പോൾ അതിനേക്കാളും വലിയ റിക്വസ്റ്റാണ് ഞാൻ D3 ടീമിന് മുന്നേ വെക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കമ്പികൾ വളച്ച് കിട്ടണം. ഞാനിപ്പോൾ 1-2 പേര് പറഞ്ഞിരുന്നു. നമ്മൾ കാലടിയിലുള്ള ജോജോ ചേട്ടനോട് ഞാനിത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞത് നിങ്ങൾ അതിന് മെഷീൻ മേടിച്ച് വളച്ചോ, ആളുകളുടെ ഓർഡറുകൾ പിടിച്ച് തരാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് താല്പര്യവും ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ് നമുക്ക് ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ഈ പൈപ്പ് വളച്ച് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇത് GI പൈപ്പ് മേടിച്ച് വളച്ച് ഇത് കഴിഞ്ഞിട്ട് ഗാൽവനൈസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒരു ചാർജ് നിങ്ങൾക്ക് മേടിക്കാം. ആ കൂട്ടത്തിൽ ഓൾ ഓവർ കേരളയിൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു സാമ്പത്തിക വശം നമ്മുടെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 100-150 എണ്ണം വേണ്ടി വരും.
ഇപ്പോൾ എൻ്റെ അറിവിൽ വയനാട്ടിൽ വേറെ 2-3 പേരും കൂടെ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നവരുണ്ട്. അവർക്കും ഒരു 100-150 പീസ് വേണം. അപ്പോൾ അത്രയും ആ പീസ് നമുക്ക് പൈപ്പുകൾ ചെയ്ത് തരാനുള്ള നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേണം. കാരണം ഇത് പുറമെ ഒരാൾ പോലും ഇല്ല. കോഴിക്കോട് ഒരാൾ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന് ചാർജ് ചെയ്യുന്നുണ്ട്. വേറെ എൻ്റെ അറിവിൽ പിന്നെ കോയമ്പത്തൂരേ ഉള്ളൂ. അപ്പോൾ അതൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റിനെ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ ഞാൻ ഒരാളെ ഓൺലൈനിൽ തപ്പി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊരു 20 രൂപ 30 രൂപ എൻ്റെ അടുത്ത് മേടിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് മേടിക്കും. മറിച്ച് നമ്മൾക്ക് ഒരു ആളുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് പേ ചെയ്യാം. അയാൾ ഒരു ജില്ലയിൽ ഒരാഴ്ച അയാൾക്ക് നല്ല താമസസൗകര്യം നമ്മൾ ഏർപ്പാടാക്കും. ആ ജില്ലയിൽ പ്രധാനപ്പെട്ട നമ്മളുടെ ഈ ടീമിൽ പേ ചെയ്യുന്ന ആളുകളുടെ ഒരു അക്കോമഡേഷനിൽ 5-8 ഫാമുകളിൽ പോയി സന്ദർശിക്കട്ടെ. അവർക്കൊരു ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് 10 ഫാമുകളിൽ പോകാം. നിങ്ങളുടെ ഏത് മാറ്റങ്ങളാണ് അവിടെ വേണ്ടുന്നത് അവർ കൃത്യമായി പറഞ്ഞു തരും. നമുക്ക് ആ രീതിയിലേക്ക് നമ്മുടെ ഡയറ്റ് മാറ്റണം. പിന്നെ ഒരു പോയിൻ്റ് പറയുന്നത് സൈലേജ് പിറ്റിൽ ഇപ്പം നിങ്ങൾ നവേ പോയി കണ്ടാലോ, ഞാനും പോയി കണ്ടു. നമ്മളും ഉണ്ടാക്കിയ ഒരു പിറ്റ് എനിക്ക് 3,67,000 രൂപ ചിലവായി. ഡബിളായിട്ട് 12 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 2.5 മീറ്റർ ഹൈറ്റിൽ നല്ല കിടലൻ കോൺക്രീറ്റ് ഒരെണ്ണം നമ്മൾ വാർത്തെടുത്തു. എനിക്കിപ്പോഴും അത് ഫെയിലാണെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് എനിക്ക് വേറെ സ്ഥലവും ഇല്ല. കാരണം ഇതൊരു കുന്നിന് മേലുള്ള ഫാം. അപ്പോൾ അവിടെ അതേ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ഒത്തിരി നീളമുള്ള സ്ഥലമോ ഓപ്പൺ ഏരിയകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആ പൈസ പോരാത്തതിന് വയനാടാണ്. 10 മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് അലിയുന്ന പോലെ മണ്ണം അലിയും. അപ്പോൾ ഇച്ചിരി നല്ല സ്ഥലത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നിൽക്കില്ല. എനിവേ എന്തായാലും ഒരെണ്ണത്തിൽ ചെയ്തു അതിൽ പൈസ പോയി. അത് മോശമാണെന്ന് തോന്നില്ല. ന്യായ പോലും നമുക്ക് ഒരു 2 രൂപ പോയെന്നേ കൂട്ടാനുള്ളൂ. പക്ഷെ ചെയ്യണം. നമുക്ക് ഈ ഓരോ ഏരിയക്കാർക്കും ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ചോളം എത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൾക്കായിട്ട് കൊണ്ടുവരാൻ നോക്കണം. ഇപ്പോൾ ഞങ്ങൾ വയനാട്ടിലൊരു 3 പേര് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഒരു 20 ഏക്കർ സ്ഥലം കർണാടകത്തിലെടുത്തിട്ട് അവിടെ നമുക്ക് ചോളം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നിട്ട് വെട്ടുന്ന സമയത്ത് ബൾക്കായിട്ട് വെട്ടിക്കൊണ്ടുവരാം. കാരണം ചോളത്തിന് 2 രൂപ വില വരുന്ന സമയമുണ്ട് കിലോയ്ക്ക്. ആ സമയത്ത് നമുക്കിത് മാക്സിമം നമ്മുടെ പിറ്റുകൾ റെഡിയാക്കി നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ ഈ 4ാമത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, മാനേജ്മെൻറ്റ്, അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് നമ്മുടെ സാമ്പത്തിക ഡിസിപ്ലിൻ പാലിക്കുക. ഫാമിൽ സ്പെൻഡ് ചെയ്യുന്നതും കിട്ടുന്നതും നമ്മൾ ഫീഡിങ്ങിൽ നമ്മൾ മുടക്കുന്നതും. നമുക്ക് ഏറ്റവും വില കൂടിയ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മളിത് ലാഭത്തിലാവണമെന്നില്ല. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൈലേജ് 7 രൂപ തോതിലും അല്ലെങ്കിൽ 8 രൂപ തോതിലുമാണ് ഈ റോൾ ചെയ്ത് വരുന്ന സാധനം കിട്ടുന്നത്. മിൽമയിൽ നിന്ന് 1 രൂപ സബ്സിഡി കിട്ടും മിൽമക്കാർക്ക് കൊടുക്കുന്നതാണെങ്കിൽ. പക്ഷേ ആ സാധനത്തിന് ക്വാളിറ്റി ഇല്ല. അപ്പോൾ ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ നമ്മുടെ സൈലേജ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ആ ക്വാളിറ്റി ഉള്ള സൈലേജ് ഉണ്ടാക്കണമെങ്കിൽ ചോളം നമുക്ക് ഒരു ലോഡ് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ സ്ഥലം പോയി കണ്ട് ചോളം മേടിക്കണം. പഞ്ചാബുകാരുടെ വിജയം അതാ. അവരവരുടെ യാർഡിൽ അവരുടെ ചോളം അവിടെ ഉണ്ടാവും. മുറിക്കേണ്ട സമയം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ മുറിക്കും, അവരടിക്കും, അവരിടും. അവർക്ക് നല്ല കിടിലൻ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ എനിക്കൊരു വണ്ടി സാധനം വേണമെന്നുണ്ടെങ്കിൽ 13 കിൻഡിൽ 15 കിൻഡിൽ സാധനമായിട്ട് വണ്ടി വരും. ഇതിൻ്റെ മൂപ്പ് നമ്മൾക്കറിയില്ല. മൂപ്പ് അറിയണേ നമ്മളവിടെ പോകണം. അപ്പോൾ നമ്മളൊരു പിറ്റ് ഉണ്ടാക്കിയാൽ പോരാ, ഈ സാധനം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൃത്യമായി ഐഡിയ വേണം. ഇതിന് ഒരു ഗ്രൂപ്പ് വേണം. കാരണം ആളുകൾക്കൊരു യൂണിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 5 പേര് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് 5 പേർക്ക് കുറച്ച് പേര് ചേർന്നിട്ട് അവിടെ ഒരു സ്ഥലം ലീസിനെടുത്ത് ചെയ്യാം. ഓൾറെഡി 2 പേര് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. 10 ഏക്കർ വീതം എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അവർ വിജയമാണ്. കാരണം അവർക്കത് ചെറിയ പൈസയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റും. കാരണം ലേബർ ചാർജ് കുറവാണ്. അങ്ങനെ ചെയ്ത് കൊണ്ടുവന്നാലേ നമ്മുടെ ഫീഡിൻ്റെ കോസ്റ്റ് കുറയുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫാം പ്രോഫിറ്റബിളാണ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് 10 ഏക്കറിന് മേലെ പുൽകൃഷിയുണ്ട്. ഞാൻ പുല്ല് വിൽക്കുന്ന ആളാണ്. അങ്ങനെയാണ് എൻ്റെ ഫാമിലാകത്ത് നിൽക്കുന്നത്. അല്ലാണ്ട് പശുക്കളുടെ പാലിലൊന്നുമില്ല. എൻ്റെ ആവറേജ് അത്രേ ഉള്ളൂ. എൻ്റെ ആവറേജ് 9-ഉം 11-നും ഇടയ്ക്കാണ്. എനിക്ക് 13-14 ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുകയില്ല. കാരണം നിലവിലുള്ള പശുക്കളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ നിലവിലുള്ളതിനെ ഞാൻ അതേപോലെ നിർത്തും. കാരണം അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. ഇനി ഇറക്കുന്ന പശുക്കളെ ക്വാളിറ്റി കുറച്ച് പശുക്കളെ ഇറക്കിയിട്ട് അവിടെ അവരുടെ ഫീഡിങ്, ബെഡിങ്, ബ്രീഡിങ് എല്ലാം ഷാർപ്പാക്കി എടുക്കും. അടുത്ത ജനറേഷനിൽ ഞാൻ പൈസ മുടക്കുള്ളൂ. ഇപ്പം നൗഷാദിനെ ഞാൻ പറഞ്ഞ 10-20 ലക്ഷം രൂപ ലാഭിച്ചെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പശുക്കളുടെ കിടാരികളാകുമ്പോഴേക്കും അടുത്ത ഷെഡ് തീരും. ആ ഷെഡ് കറക്റ്റ് ഒരു ഫാമിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ പോയി വന്ന് നമ്മൾ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നു. നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടി ഭൂമി നിരപ്പാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഏരിയ. ഈ ഏരിയയിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ലൂസ് ഫാം വിത്ത് ഒരു പാർലർ ചെയ്യാൻ പറ്റും. അതും വലിയ പൈസ മുടക്കില്ലാണ്ട്. നമുക്ക് അവിടുത്തെ പോലെ വലിയ ആന ഷെഡൊന്നും വേണ്ട. നമ്മുടെ റൂഫിനേക്കാൾ, ഇപ്പോൾ ഉള്ള റൂഫിനേക്കാൾ ഒരു അല്പം കൂടെ ഹൈറ്റ് വർദ്ധിപ്പിക്കുക, നല്ല ഫാൻ വെച്ച് കൊടുക്കുക, കുടിവെള്ളം യഥേഷ്ടമാക്കി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇതൊക്കെയാണ് സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കിയത്. പക്ഷേ എല്ലാവരോടും ഒരു 100 നന്ദിയുണ്ട്. കാരണം ഒരു കയറ്റം കയറി വീണിട്ട് രണ്ടാമത് അതിനേക്കാളും വലിയൊരു കയറ്റത്തിൽ നിന്ന് വീഴാനിരുന്നപ്പോഴാണ് നിങ്ങളൊന്ന് പിടിച്ചെന്നെ ഇങ്ങോട്ട് മാറ്റി വിട്ടത്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി. താങ്ക് യു വെരി മച്ച്.